ഇനിയും നമുക്ക് ദൈവവചനം അല്പമായി ധ്യാനിക്കാം. സന്നദ്ധ സുവിശേഷക സംഘ ദിനമായി ഇന്ന് സഭയായി ധ്യാനിക്കുന്ന വിഷയം ദൈവജനം, ദൈവസ്നേഹത്തിൻ്റെ സംവേദകർ, പീപ്പിൾ ഓഫ് ഗോഡ്, കൺവേയേഴ്സ് ഓഫ് ഗോഡ്സ് ലവ്. അതിന് ആധാരമായി ഇന്ന് ഏവൻഗേലിയനായി വായിച്ചു കേട്ട വേദപാഠം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സസ് ഫ്രം 25 to 37. അതിലെ 2 ചെറിയ വാക്യശകലങ്ങൾ മാത്രം ഇവിടെ ഞാൻ വായിക്കുകയാണ്. വേഴ്സ് 28, അതിൻ്റെ ബി പാർട്ട്, അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും. ഡു ദിസ് ആൻഡ് യു വിൽ ലീവ്. അതുപോലെ വാക്യം 37, അതിൻ്റെ ബി പാർട്ട്, യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ജീസസ് ടോൾഡ് ഹിം, ഗോ ആൻഡ് ഡു ലൈക്ക്വൈസ്. ലെറ്റ്സ് പ്രേ. സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ സന്നദ്ധ സുവിശേഷക സംഘമായി അടിയങ്ങൾക്ക് ഒന്നിച്ച് ഈ ആലയത്തിൽ നിന്നെ ആരാധിപ്പാൻ തന്ന ഈ ഭാഗ്യത്തിനായിട്ട്, ഈ അവസരത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ദൈവജനം ധ്യാനിക്കുമ്പോൾ നിന്റെ കൃപ അടികളോട് കൂടെ ഇരിക്കണമേ. വചനം പറയുന്ന അടിയനെയും കേൾവിക്കാരായ നിന്റെ ജനത്തെയും ഒരുപോലെ അനുഗ്രഹിച്ച് ഞങ്ങൾക്കിത് സമർപ്പണത്തിനും പുതുക്കത്തിനും കാരണമാക്കി തീർക്കണമേ. യേശു മിശിഹാമൂലം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യം മുതൽ 19-ാം അധ്യായം വരെയുള്ള വരെ യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയും യെരുശലേമിലേക്കും ക്രൂസിലേക്കുമുള്ള യാത്രാ വിവരണങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ട്രാവലോഗ് ഓഫ് ജീസസ് ടു ജെറുസലേം ആൻഡ് ടു ക്രോസ്. അതിലുൾപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് ഏവൻഗേലിയനായി നാം കേട്ടത്. We read the parable of Good Samaritan only in the Gospel of Luke. It is a classical parable of Jesus. ജീവിതത്തെപ്പറ്റി വളരെ പ്രധാനപ്പെട്ടതും നിർണായകവുമായ 2 ചോദ്യങ്ങളാണ് ഈ ഭാഗത്തിൻ്റെ പ്രധാന ഇതിവൃത്തമായി നാം കാണുന്നത്. ഈ വേദഭാഗത്തിൽ നമുക്ക് 5 ചോദ്യങ്ങൾ കാണാവുന്നതാണ്. യേശുവിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു നിയമജ്ഞൻ, ആൻഡ് എക്സ്പേർട്ട് ഇൻ ദ ലോ, ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ. അതിന് മറുപടിയായി യേശുവിൻ്റെ 3 കൗണ്ടർ ക്വസ്റ്റ്യൻസ്. നിത്യജീവനാണ് പരാമർശ വിഷയം. He asked Jesus, what should I do to inherit eternal life? നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? വളരെ നല്ല ചോദ്യം. റൈറ്റ് ക്വസ്റ്റ്യൻ ടു ദ റൈറ്റ് പേഴ്സൺ. He is asking this question to test Jesus. യേശുവിനെ പരീക്ഷിക്കുവാനും വാക്കിൽ കൊടുക്കുവാനും വേണ്ടിയുള്ള ഒരു ചോദ്യം. യേശു അവനെ കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവും പറയിപ്പിക്കുന്നത്. എന്നാലും അറിയില്ലെന്ന് അദ്ദേഹം നടിക്കുന്നു. നാമും പലപ്പോഴും ഇങ്ങനെയാണ്. ഉത്തരം അറിയാമെങ്കിലും അറിയില്ലെന്ന് നടിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരം അറിഞ്ഞാൽ ഉത്തരവാദിത്വവും കൂടും. അതിന് യേശു കൗണ്ടർ ക്വസ്റ്റ്യനായി ചോദിക്കുകയാണ്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? വാട്ട് ഈസ് റിട്ടൺ ഇൻ ദ ലോ ആൻഡ് ഹൗ ഡു യു റീഡ് ഇറ്റ് ഓർ ഹൗ ഡു യു ഇൻ്റർപ്രറ്റ് ഇറ്റ്? എന്ത് എഴുതിയിരിക്കുന്നു അഥവാ ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്ത് വായിക്കുന്നു അഥവാ ദൈവം അതിനെ എങ്ങനെ നീ വ്യാഖ്യാനിക്കുന്നു? നാമും പലപ്പോഴും ദൈവം പറഞ്ഞിരിക്കുന്ന വിധം അല്ലെങ്കിൽ ദൈവം വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അതിനെ വ്യാഖ്യാനിക്കാതെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് സൗകര്യപ്രദമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും അതിന് പ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യാറില്ലേ? പോണ്ടറൊന്നും. ഈ ലോയർ മറുപടി കൊടുക്കുകയാണ്, love the Lord your God with all your heart and with all your soul and with all your strength and with all your mind, and love your neighbor as yourself. യേശു പറഞ്ഞു, കറക്റ്റ്. ഡു ഇറ്റ് ആൻഡ് യു വിൽ ലീവ്. അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും. എന്നാൽ അയാൾ യേശുവിനെ വിടാൻ തയ്യാറാവുന്നില്ല. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഹു ഈസ് മൈ നെയ്ബർ? എൻ്റെ കൂട്ടുകാരൻ ആരാണ്? ഹി വാണ്ടഡ് ടു ജസ്റ്റിഫൈ ഹിംസെൽഫ്. അവൻ തന്നെത്താൻ നീതീകരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിന് മറുപടിയായിട്ടാണ് യേശു നല്ല ശമരിയക്കാരൻ്റെ ഉപമ ഇവിടെ പറയുന്നത്. ഇതെല്ലാവർക്കും സുപരിചിതമായ കഥയാണ്.
ന്യായപ്രമാണത്തെക്കുറിച്ച് നല്ല ബോധ്യവും അതിലെ 613 നിയമസംഹിതകളും അറിയാവുന്ന നിയമജ്ഞനോട് യഹൂദ സമൂഹത്തോടുമാണ് യേശു ഇത് സംസാരിക്കുന്നത്. ഈ കഥയിലെ ക്യാരക്ടേഴ്സിനെ നോക്കിയാൽ, ഒന്നാമതായി യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുന്ന മനുഷ്യൻ. അയാളുടെ പേരോ നാടോ മതമോ ജാതിയോ ഒന്നും തന്നെ ഇവിടെ പറഞ്ഞിട്ടില്ല. അയാൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുന്നു. രണ്ടാമതായി കള്ളന്മാർ അവൻ്റെ വസ്ത്രം അഴിച്ച് മുറി വരുപ്പിച്ച് അർദ്ധപ്രാണനായി അവനെ വഴിയിൽ വിട്ടേച്ച് പോവുകയാണ്. കള്ളന്മാരുടെ മനോഭാവം എന്താണ്? നിൻ്റേതെല്ലാം എൻ്റേത്, ജോ തേരാഹെ ഓ മേരാഹെ. അയാളുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം അപഹരിച്ചെടുക്കുകയാണ്. അന്യൻ്റേതെല്ലാം എനിക്ക് വേണം എന്ന ചിന്തയിൽ നമുക്ക് അർഹമല്ലാത്തത് നാം കൈക്കലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നാമും ആ കള്ളന്മാർക്ക് തുല്യരാണ്. അടുത്തതായി പുരോഹിതനും ലേവ്യനും. അവർക്ക് ഈ കഥയിൽ വലിയ റോളൊന്നുമില്ല. രണ്ടുപേരും ദേവാലയ ശുശ്രൂഷക്കാരാണ്. എന്നാൽ മുറിവേറ്റ് വഴിയിൽ കിടക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് മാറി കടന്നു പോകുന്നു. പല മുടന്ത ന്യായങ്ങളും അവർക്കുണ്ടാകും. തിരക്കുള്ളവരാണ്, സമയക്കുറവ് കാണും, രക്തം തൊട്ടാൽ അശുദ്ധമാകുമെന്ന ചിന്തയുണ്ടാകും. അതുമല്ലെങ്കിൽ അവർക്കുള്ളതൊന്നും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള താല്പര്യക്കുറവായിരിക്കാം. എന്താണെങ്കിലും മനഃപൂർവ്വം ഡെലിബറേറ്റ്ലി അവശനായ മനുഷ്യനെ അവഗണിച്ച് കടന്നു പോവുകയാണ്. അവരുടെ തത്വം മൈൻഡ് ഈസ് മൈൻഡ്, യുവേഴ്സ് ഈസ് യുവേഴ്സ്, തുമ്മാരാ देखो, എനിക്ക് ആർക്കും ഒന്നും കൊടുക്കാനുമില്ല, എനിക്ക് ആരുടെയും വേണ്ട. അടുത്തതായി ഇനിയാണ് നമ്മുടെ കഥയുടെ ക്ലൈമാക്സ്, നല്ല ശമരിയക്കാരൻ്റെ വരവ്. യേശുവിൻ്റെ കേൾവിക്കാർ ചിന്തിച്ചു, ഈ മനുഷ്യൻ്റെ രക്ഷകനായി ഇനി വരാൻ പോകുന്നത് ഒരു യഹൂദനായിരിക്കുമെന്ന്. എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ്. ആ നല്ല ശമരിയക്കാരൻ കടന്നു വരുന്നു. യഹൂദന്മാർക്ക് ശമരിയരോട് കടുത്ത പകയും വിദ്വേഷവുമാണ്. അവർ അയിത്തം കൽപ്പിച്ചിരിക്കുന്ന ജാതിയാണ്. തങ്ങളുടെ പ്രമാണങ്ങളെയും മതത്തെയും പാരമ്പര്യത്തെയും അവർ മലീമസമാക്കിയവരാണ്. അവരിൽ നിന്നും യഹൂദന്മാർ യാതൊരു നന്മയും പ്രതീക്ഷിക്കുന്നേയില്ല. ഇവിടെ യേശു ശമരിയക്കാരൻ്റെ നന്മയെ എടുത്തു കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കഥയുടെ അവസാനം യേശു ആ ലോയറിനോട് ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യന്, ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി തീർന്നത്? അപ്പോൾ ശമരിയക്കാരൻ എന്ന് പേര് പറയാൻ അയാൾ താല്പര്യപ്പെടാതെ അവനോട് കരുണ കാണിച്ചവൻ എന്നാണ് പറയുന്നത്. അവർ ശമരിയക്കാരൻ എന്ന് പറയാൻ പോലും അവർക്ക് താല്പര്യമില്ല. ഇനി എന്താണ് ശമരിയക്കാരൻ ചെയ്ത പ്രവൃത്തി? അയാൾ ആ മനുഷ്യൻ്റെ അടുക്കൽ ചെല്ലുന്നു, അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു, എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകളെ കെട്ടി ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു. തൻ്റെ വാഹനമൃഗമായ കഴുതപ്പുറത്ത് കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്യുന്നു. കൂടാതെ ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയ ഏർപ്പാടുകളെ ചെയ്യുന്നു. ആ മനുഷ്യനെ രക്ഷിച്ച് അയാൾക്ക് വേണ്ടി വഴിയമ്പലക്കാരനെ എടുത്ത് അയാൾ കടക്കാരനാകുകയാണ്. ഡെപ്റ്റർ. കയ്യിലുള്ളത് വഴിയമ്പലക്കാരന് കൊടുത്തിട്ട് പറയുകയാണ്, ഇയാൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്യണം, ഒന്നിനും കുറവ് വരുത്തല്ലേ. അഡീഷണലായി എന്തെങ്കിലും എക്സ്പെൻസ് ആവുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. തന്നെയുമല്ല, അന്ന് ആ മനുഷ്യൻ്റെ കൂടെ ആ വഴിയമ്പലത്തിൽ അയാൾ താമസിക്കുകയാണ്. പിറ്റന്നാളാണ് ആ ശമരിയക്കാരൻ തൻ്റെ വഴിക്ക് വഴിയിലേക്ക് പോകുന്നത്. കരുണ ചെയ്ത് കടക്കാരനായി മാറിയ മനുഷ്യൻ. അയാളുടെ തത്വം ജോ മേരാഹെ ഓ തേരാഹി. യേശു ആ ലോയറിനോട് പറയുന്നു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക, ഗോ ആൻഡ് ഡു ലൈക്ക്വൈസ്. യേശു പറഞ്ഞ ഈ മറുപടിയിൽ നിന്നും, ഈ ഉപമയിൽ നിന്നും 3 ഉൾക്കാഴ്ചകൾ ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ മർത്തോമക്കാരനും ഓരോ സുവിശേഷകൻ. സുവിശേഷകനായി തീരേണ്ടത് വാക്കുകളിൽ മാത്രമല്ല, പ്രവർത്തനത്തിൽ കൂടെയുമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഹൗ ക്യാൻ വി കൺവേ ഗോഡ്സ് ലവ്? 3 ചിന്തകൾ പറയുന്നു. ഫസ്റ്റ് വൺ, ദൈവജനം ഒറ്റപ്പെടലിൽ സഹിത്വം നൽകേണ്ടുന്നവരാണ്. ദൈവജനം ഒറ്റപ്പെടലിൽ സഹിത്വം നൽകേണ്ടുന്നവരാണ്. പീപ്പിൾ ഓഫ് ഗോഡ് ആർ കോൾഡ് ടു ബി കമ്പാനിയൻസ് ഇൻ സോളിറ്റ്യൂഡ്. ദൈവജനമായി വിളിക്കപ്പെട്ട സമൂഹമായ നാം ഏകാന്തതയിലും ഒറ്റപ്പെടലിലും കഴിയുന്നവർക്ക് സഹിത്വവും സാമീപ്യവും നൽകുമ്പോൾ ദൈവസ്നേഹം അവരിലേക്ക് സംവേദനം ചെയ്യപ്പെടുകയാണ്. അശരണർ, നീതി നിഷേധിക്കപ്പെട്ടവർ, അവഗണിക്കപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ
ഇവരിലെല്ലാം യേശുവിൻ്റെ മുഖം കാണുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ സമരിയക്കാരൻ ആ അവശനായ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അടുത്തേക്ക് ചെന്ന് അവരുടെ വേദനകളും ദുഃഖങ്ങളും മനസ്സിലാക്കാനും സഹിത്വം നൽകുവാനും നമുക്ക് സാധിക്കണം. കെയറിങ് ആൻഡ് ഷെയറിങ്. രണ്ടാമത്തെ ചിന്ത, ദൈവജനം നൊമ്പരങ്ങളിൽ സാന്ത്വനം ഏകുന്നവരാകുന്നു. ദൈവജനം നൊമ്പരങ്ങളിൽ സാന്ത്വനം ഏകുന്നവരാകണം. People of God should be providers of comfort in sorrows. മനുഷ്യർ അവരിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എമ്പതി ആൻഡ് കമ്പാഷൻ നഷ്ടപ്പെട്ട ഒരു സമൂഹം. മുറിവേറ്റ് കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട മനുഷ്യനെ കണ്ടിട്ടും മുഖം തിരിച്ച് കടന്നു പോകുന്ന പുരോഹിതനും ലേവ്യനും ഇന്നത്തെ സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സാണ്. തങ്ങൾക്കുള്ളതൊന്നും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യമില്ലാത്തവർ. കഷ്ടതകളിലും നൊമ്പരങ്ങളിലും ഉൾപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാൻ, മുറി ഉണക്കുവാൻ, സാന്ത്വനമാകുവാൻ, ചിലവിടുവാൻ വിമുഖത കാണിച്ചാൽ എങ്ങനെ ദൈവസ്നേഹം നമുക്ക് സംവേദനം ചെയ്യാൻ സാധിക്കും? നമുക്കറിയാം, 2018 കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായപ്പോൾ നൗഷാദ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ തൻ്റെ തുണിക്കടയിലെ മുഴുവൻ തുണികളും കൊടുത്ത് സഹായിച്ചത് നാം സോഷ്യൽ മീഡിയയിലൊക്കെ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വള്ളത്തിലേക്ക് കയറുവാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് തൻ്റെ മുതുക് കാട്ടിക്കൊടുത്ത് മുതുകിൽ കൂടി കയറി വള്ളത്തിലേക്ക് കയറിയ ആ ഒരു സംഭവം നാം കണ്ടതാണ്. ഇവർ കാണിച്ച ആ മനസ്സലിവ് ദൈവജനമെന്ന് അവകാശപ്പെടുന്ന നമുക്കുണ്ടോ? ഹ്യൂമൻനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ്. അയൽക്കാരൻ നിർവചനം നൽകി അതിൽ വരമ്പുകൾ സൃഷ്ടിക്കുവാൻ പാടില്ല. ഡു ഓർഡിനറി തിങ്സ് വിത്ത് എക്സ്ട്രാ ഓർഡിനറി ലവ്. മൂന്നാമത്തെ ചിന്ത, ദൈവജനം നിസ്സഹായതയിൽ കൈത്താങ്ങ് ആകണം. ദൈവജനം നിസ്സഹായതയിൽ കൈത്താങ്ങാകണം. പീപ്പിൾ ഓഫ് ഗോഡ് ടു പ്രൊവൈഡ് സപ്പോർട്ട് ഇൻ ഹെൽപ്ലെസ്നെസ്. രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ. സ്നേഹത്തിൽ ചാലിച്ചെടുത്ത പ്രവൃത്തികളിലൂടെ മാത്രമേ നിത്യജീവൻ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പരസ്പരം ഭാരങ്ങൾ ചുമക്കണം. ജെയിംസ് 4:17 പറയുന്നു, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആർ ബെറ്റർ ദാൻ പ്രേയിങ് ലിപ്സ്. നമുക്കുള്ളത് മറ്റുള്ളവർക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യത്തിൽ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി വേണം കർമ്മം ചെയ്യാൻ. സിമ്പതി അല്ല, എമ്പതിയാണ് ഇവിടെ വേണ്ടത്. സഹതാപമല്ല, സഹാനുഭൂതിയാണ് ആവശ്യം. കൊമേഴ്ഷ്യലി ആൻഡ് സെക്ച്വലി എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള സഹോദരിമാരുടെയും കുഞ്ഞുങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി മുംബൈ ഭദ്രാസനവും മർത്തോമ സഭയും ഏറ്റെടുത്ത് നടത്തുന്ന നവജീവൻ സെൻറ്റർ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെയും മനസ്സലിവിൻ്റെയും ദൃഷ്ടാന്തമാണ്. ഗോഡ്സ് ലവ് ഇൻ ആക്ഷൻ. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ നമ്മുടെ ഭദ്രാസനം ചെയ്യുന്ന പ്രവർത്തനം അവരെ മനുഷ്യരായി അംഗീകരിക്കുവാനും ചേർത്ത് പിടിക്കുവാനും പ്രത്യാശയുടെ നാമ്പുകൾ അവരുടെ ജീവിതത്തിൽ പൊട്ടിവരുവാനും പ്രചോദനം നൽകുന്നു. എൻ്റെ കൂട്ടുകാരൻ ആര് എന്ന ചോദ്യത്തിന് അവൻ ആർക്ക് കൂട്ടുകാരനായിരിക്കണമെന്നാണ് യേശു ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. യേശു നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് കൂട്ടുകാരൻ ആയിരിക്കുവാനാണ്. നമ്മുടെ ജീവിതത്തിലെ ദൗത്യം ഈ നല്ല ശമരിയക്കാരനെ പോലെ ആയിത്തീരാനാണ്. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ഗോ ആൻഡ് ഡു ലൈക്ക്വൈസ്. യേശു പറഞ്ഞു, ഈ എളിയവരിൽ ഒരുത്തിന് ചെയ്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തത്. ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്ന നാം ഈ സംഘദിനത്തിൽ ക്രിസ്തു പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ പ്രവർത്തിച്ച് ദൈവസ്നേഹം സംവേദിക്കുന്നവർ ആയിത്തീരാനുള്ള പുതുക്കം പ്രാപിച്ച് നൊമ്പരപ്പെടുന്നവർക്ക് സഹിത്വവും സാന്ത്വനവും കൈത്താങ്ങലുമായി നിത്യജീവനോളം വളരുവാൻ നമുക്കേവർക്കും ഈ ചിന്തകൾ സഹായമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.